എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സ് കാണിക്കുന്നത്? കുട്ടികൾക്ക് സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ഹയർ റിസോഴ്സിലേക്കുള്ള ഒരു ആക്സസ് ഒരിക്കലും ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കില്ല. ഓട്ടിസം ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു സിനാപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ വളരെ ചലഞ്ചിങ് ആയിരിക്കും. നമ്മളെല്ലാം റിസീവ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കില്ല നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ആ ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുക. സോ ഓട്ടിസം ബ്രെയിനിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ ഡിഫാൾട്ട് നെറ്റ്വർക്കിനേക്കാൾ കൂടുതൽ ആ സാലിയൻ നെറ്റ്വർക്കിലായിരിക്കും ഇരിക്കുക. അതായത് അവർ ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അവിടെ നമ്മുടെ ഒരു ബൈലാറ്ററൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബൈലാറ്ററൽ ടാസ്കുകൾ എപ്പോഴും ഇൻപേർഡ് ആയിട്ടായിരിക്കും നടക്കുക. അവൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ സെർബലത്തിൻ്റെ സൈസ് വളരെ സ്മോളർ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുട്ടികൾ ഞെട്ടി എണീക്കുന്നുണ്ട്. അവരുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല. വൈ യു ആർ പുട്ടിങ് തിങ്സ് ടു ദ മൗത്ത്, വൈ യു ആർ ഫ്ലാപ്പിംഗ്, വൈ യു ആർ മേക്കിംഗ് നോയ്സ്. അവർ ഈ ഫ്ലാപ്പിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ വിരലുകൾ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ വെൻ ദേ ആർ മേക്കിംഗ് സം സൗണ്ട്സ്, ഓഫ് കോഴ്സ് അവിടെ നമ്മുടെ ഗട്ടിനെ അത് ബാധിക്കും, നമ്മുടെ ഡൈജഷനെ അത് ബാധിക്കും, നമ്മുടെ സ്ലീപ്പിനെ അത് ബാധിക്കും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും. അവിടെ ഒരു ന്യൂറോളജിക്കൽ ബേസ് ഉണ്ട്. സോ അവരെ തന്നെ സെൽഫ് റെഗുലേറ്റ് ആക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ കുട്ടികൾ ഒരു സെൽഫ് റെഗുലേഷൻ മോഡിലേക്ക് എത്താൻ അവർ സ്വയം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കുമ്പോഴെല്ലാം നമ്മുടെ ടച്ചിലൂടെ പോലും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുട്ടികളിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് അവരെ കറക്റ്റായിട്ട് ഒരു ഇൻഡിപെൻഡൻസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഹായ് ഓൾ, ടുഡേ ഐ ജസ്റ്റ് വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ന്യൂറോ ഡൈവേഴ്സ് ബ്രെയിൻ ആൻഡ് ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിൻ. ഏറ്റവും കൂടുതൽ പേരൻസ് കൺസേൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സ് കാണിക്കുന്നത്? ഇവിടെ കാണാൻ വരുന്ന എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. ഏതർ ഫ്ലാപ്പിംഗ് അല്ലെങ്കിൽ റോക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസിങ് സം സൗണ്ട്സ് ആൻഡ് ടേക്കിംഗ് തിങ്സ് ടുവേർഡ്സ് ദ ഐസ്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്? വൈ ദേ ആർ ഡൂയിങ് സോ? സോ കുട്ടികളെ സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യാനുള്ള ഒരു റീസൺ കുട്ടികൾക്ക് സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ഹയർ റിസോഴ്സിലേക്കുള്ള ഒരു ആക്സസ് ഒരിക്കലും ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കില്ല. സോ ബ്രെയിനിലേക്കുള്ളൊരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാതെ ഈ ഒരു ഇഷ്യൂ ഒരിക്കലും നമുക്ക് ഫിക്സ് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ കഴിയില്ല. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്ര ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന സൗണ്ടുകൾ കേൾക്കാം. ഫാൻ കറങ്ങുന്ന ആയിക്കോട്ടെ, ലാപ്ടോപ്പിൻ്റെ ആയിക്കോട്ടെ, പുറത്ത് സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മുടെ അടുത്തോടെ പാസ് ചെയ്താൽ അവരുടെ ഒരു പ്രസൻസ് ആയിക്കോട്ടെ, സ്മെല്ലായിക്കോട്ടെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ എന്തായിരിക്കും ചെയ്യുക? ആ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ട് ഇറ്റ് മേക്ക് എ സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ദർ ഈസ് സംതിങ് കോൾഡ് സിനാപ്സസ് ഇൻ അവർ ബോഡി. സോ നമുക്ക് രണ്ട് നെർവുകൾ തമ്മിൽ ഇൻഫർമേഷൻ കൈമാറുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് സിനാപ്സസ് എന്ന് പറയുന്നത്. ഈ ഒരു സിനാപ്സസിൽ നിന്നും വേറൊരു സിനാപ്സിലേക്ക് ഇൻഫർമേഷൻ കൈമാറാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ ഓട്ടിസം ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു സിനാപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ വളരെ ചലഞ്ചിങ് ആയിരിക്കും. ഒന്നെങ്കിൽ ദേ ആർ റിസീവിങ് ടു മച്ച് ഇൻഫർമേഷൻ ഓർ വെരി ലെസ്. ഒരു ഓട്ടിസം ഉള്ള കുട്ടിയിൽ ഇൻട്രാ സെല്ലുലാർ കണക്ഷൻ എപ്പോഴും അഫക്റ്റഡ് ആയിരിക്കും. അവർക്ക് കിട്ടുന്ന സിഗ്നൽസ്, അതിപ്പം അവർ കാണുന്ന ഒരു കാര്യത്തിലൂടെ ആയിക്കോട്ടെ, കേൾവിയിലൂടെ ആയിക്കോട്ടെ, സ്മെല്ല്, ടച്ച്, ഈ ഒരു സിഗ്നൽസ് എല്ലാം ഏതർ അവർ റിസീവ് ചെയ്യുന്നത് ഒരുപാട് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ വളരെ കുറവായിട്ടായിരിക്കാം ആ ഇൻഫർമേഷൻസ് അവരിലേക്ക് എത്തുക. സോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് കേബിൾസ്, അത് പുതിയതായിട്ട് മേടിച്ച് ചാർജ് ചെയ്യുമ്പോഴും അതൊരു ഡാമേജ്ഡ് ആയിട്ടുള്ള കേബിൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അത് ചാർജ് ആകാൻ എടുക്കുന്ന ഒരു ടൈമിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോൺസിൻ്റെ ചുറ്റും ഒരു കോട്ടിംഗ് ഉണ്ട്. മൈലിൻ എന്നാണ് അതിന് പറയുക. സോ ഓട്ടിസം ഉള്ള കുട്ടികളിൽ എപ്പോഴും ആ മൈലിൻ ഷീറ്റ് ഫോൾട്ടി ആയിരിക്കും. ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ട്രാൻസിഷൻ ലൈനിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ക്ലാരിറ്റി അത് ആൾട്ടേഡ് ആയിട്ടായിരിക്കും പോവുക. സോ ഒന്നുകിൽ കുട്ടികൾക്ക് ഒരുപാട് എക്സാഗറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ലായിരിക്കാം. നമ്മളെല്ലാം റിസീവ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കില്ല നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ആ ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുക. സോ മാനുവൽ കാസ്നോവ നടത്തിയൊരു സ്റ്റഡിയാണ് സൈറ്റോ ആർക്കിടെക്ചർ ഓഫ് ദ ബ്രെയിൻ. ആ ഒരു സ്റ്റഡിയിൽ പറയുന്നത് നമ്മുടെ നോർമൽ ബ്രെയിനിലേക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും എപ്പോഴും വെൽ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു ഓട്ടിസം ബ്രെയിനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കണക്ഷൻസ് എപ്പോഴും അവിടെ ഇൻബേർഡ് ആയിരിക്കും. അതിൻ്റെ മെയിൻ റീസൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽസ് കണക്ഷൻസ് ഒരിക്കലും അവിടെ കറക്റ്റായിട്ടായിരിക്കില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ
റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻപുട്ടുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് അവർക്കത് ഡിഫിക്കൽട്ടായിട്ടായിരിക്കും പെർസീവ് ഉണ്ടാവും. സോ എപ്പോഴും നമ്മളെങ്ങനെയായിരിക്കും സെൻസറി ഇൻപുട്ട് റിസീവ് ചെയ്യുക? നമുക്കൊരു മണം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് മണക്കാൻ കഴിയാം, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയാം. ഒരാൾ നമ്മളൊന്ന് ടച്ച് ചെയ്തു, നമുക്ക് ആ ടച്ച് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ കുട്ടികളിലേക്ക് വരുമ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ബ്രെയിനിൽ ആ എല്ലാ ഇൻഫർമേഷൻസും ഡിഫറെൻ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അവർക്ക് ചില സമയത്ത് ടേസ്റ്റ് ആയിരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് കാണുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. സോ എപ്പോഴും ഒരു നോർമൽ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും പോലെ ആയിരിക്കില്ല ഒരു ഓട്ടിസ്റ്റിക് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളത് കേൾക്കുമ്പം, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോകാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുട്ടികളിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാറില്ലേ? ജസ്റ്റ് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മളെല്ലാം ആലോചിച്ചൊന്ന് സ്റ്റോക്ക്ഡായിട്ട് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് ചുറ്റുമുള്ള നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളാണ് അവരുടെ ബ്രെയിനിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻപുട്ടുകളെല്ലാം നമ്മൾ വെച്ചിട്ട്, ഒരു നോർമൽ ബ്രെയിൻ ഉള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓട്ടിസ്റ്റിക് ബ്രെയിൻ ആ കുട്ടികൾക്ക് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒരിക്കലും റിലയബിൾ ആയിരിക്കില്ല. സോ അത് എപ്പോഴും അവർക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലേക്കാണ് അവരെ കൊണ്ട് എത്തിക്കുക. നമ്മുടെ ബ്രെയിനിൽ 2 തരത്തിലുള്ള നെറ്റ്വർക്കാണുള്ളത്. ഒന്ന് ഡിഫാൾട്ട് നെറ്റ്വർക്കും, ഒന്ന് സാലിയൻ നെറ്റ്വർക്കും. സോ ഡിഫാൾട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മൂവീസ് കാണുന്നു, അല്ലെങ്കിൽ വി ആർ സിംഗിങ്, ഡാൻസ് കളിക്കുന്നു, നമ്മളെപ്പോഴും കാമായിട്ടിരിക്കുമ്പോൾ ഒരു നെറ്റ്വർക്കാണ് ഡിഫാൾട്ട് നെറ്റ്വർക്ക്. സോ സാലിയൻ മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇസ് റിലേറ്റഡ് ടു ഫിയർ, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളായിരിക്കും. സോ ഓട്ടിസം ബ്രെയിനിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ ഡിഫാൾട്ട് നെറ്റ്വർക്കിനേക്കാൾ കൂടുതൽ ആ കുട്ടികൾ എപ്പോഴും സാലിയൻ നെറ്റ്വർക്കിലായിരിക്കും ഇരിക്കുക. അതായത് അവർ ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് ആൻസൈറ്റി, ഒരുപാട് ഫിയർ ആയിരിക്കും അവർക്ക് ഫീൽ ആവുന്നുണ്ടായിരിക്കുക. സോ കോർപ്പസ് കലോസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രെയിനിൻ്റെ ബാൻഡാണ്. സോ എപ്പോഴും നമ്മളൊരാളെ കാണുമ്പോൾ നമ്മുടെ ഒരു സൈഡ് ഓഫ് ദ ബ്രെയിൻ എപ്പോഴും ചെറിയ ചെറിയ പാർട്ടുകൾ, നമ്മുടെ ഐസ്, നോസ്, ലിപ്സ്, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പാർട്ടുകളിലേക്കായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. ആൻഡ് അതർ സൈഡ് ഓഫ് ദ ബ്രെയിൻ നമ്മളെല്ലാം ഒരു ഹോൾ പിക്ചറായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഓട്ടിസത്തിൽ ഈ കോർപ്പസ് കലോസം എപ്പോഴും വളരെ തിന്നറായിരിക്കും. ആൻഡ് ഈ ഒരു ബൈലാറ്ററൽ കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും പ്രോപ്പർ ആകാത്തത് കൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഒരു ബൈലാറ്ററൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബൈലാറ്ററൽ ടാസ്കുകൾ എപ്പോഴും ഇംപെയർഡായിട്ടായിരിക്കും നടക്കുക. സോ ബേസൽ ഗാംഗ്ലിയ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. പാർക്കിൻസോണിസം ഉള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ച് വരുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? അല്ലെങ്കിൽ ലിപ്സിൽ ട്രെമേഴ്സ് വരുന്നത് കണ്ടിട്ടില്ലേ? സോ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും. എപ്പോഴും നമ്മുടെ കുട്ടികൾ, എൻ്റെ അടുത്ത് പേരൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ കുട്ടികൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നോട് പല പേരൻസും ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ ഞങ്ങൾ പേരൻസ് അല്ലേ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ലേ അവൻ്റെ ചുറ്റുമുള്ളൂ, അല്ലെങ്കിൽ മോളുടെ ചുറ്റുമുള്ളൂ, ദെൻ വൈ ഹീ ഈസ് ഡൂയിങ്, അവൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? ചില സമയത്ത് പെട്ടെന്നായിരിക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് അവൻ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോവുക, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയുള്ള ആക്ഷൻസ് കാണിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി അങ്ങനെ കാണിക്കുന്നത്? അവന് റോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ഏറ്റവും കൂടുതൽ പാമ്പറിങ് അല്ലെങ്കിൽ ഓവർവെൽംഡ് ആക്കാൻ നോക്കുന്ന, സമാധാനിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അവൻ എന്തുകൊണ്ടാണത് മനസ്സിലാവാത്തത്? അവൻ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഒബ്സർവ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, അത് അവരുടെ തിങ്കിങ് ബ്രെയിൻ ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അവർ ഈ കാണിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫങ്ഷനിങ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയയ്ക്കാണ്. സോ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവാതെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നോർമൽ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും പോലെ കോഗ്നേറ്റീവായിട്ടുള്ള, കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് അല്ല നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഡിഫറെൻ്റ്ലി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെറിബെല്ലം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കോർഡിനേഷൻ, ബാലൻസിങ്, സീക്വൻസിങ്, സ്പീച്ച്, ടോക്ക്, അല്ലെങ്കിൽ ഫൈൻ മോട്ടർ ഇൻ ദ ഐസ്, ഫൈൻ മോട്ടർ ഇൻ ദ മൗത്ത്, ഫൈൻ മോട്ടർ ഇൻ ദ ഹാൻഡ്സ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. നമ്മുടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ സെറിബെല്ലത്തിൻ്റെ സൈസ് വളരെ സ്മോളർ ആയിരിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ ഇൻഫർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൈബേഴ്സാണ് പർക്കിൻജെ ഫൈബേഴ്സ്. സോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ എപ്പോഴും പർക്കിൻജെ ഫൈബേഴ്സ് വളരെ തിന്നറായിരിക്കും.
അങ്ങനെ വരുമ്പം എപ്പോഴും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ആയിക്കോട്ടെ, സ്പീച്ച്, കോർഡിനേഷൻ, ബാലൻസിങ് എല്ലാത്തിലും അവർക്ക് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ എല്ലാം ബ്രെയിൻ അതിൻ്റെ മാക്സിമം ലെവലിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ആ ഒരു പെർഫോമൻസ് കറക്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻപുട്ടുകളെല്ലാം നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റത്തിനെ ഓൺ ആക്കുന്നുണ്ട്. റെറ്റിക്കുലർ ആക്ടിവിറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പേരൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുട്ടികൾ ഞെട്ടി എണീക്കുന്നുണ്ട്, അവരുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല, എന്തുകൊണ്ടായിരിക്കും, എന്താണ് അതിൻ്റെ റീസൺ, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഓണായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി അവരുടെ ബ്രെയിൻ അവർക്ക് ത്രെട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ, എപ്പോഴും ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരിക്കലും അവരെ ഒരു പ്രോപ്പർ സ്ലീപ്പിലേക്ക് നയിക്കില്ല. ഇങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ എക്സാഗറേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടിൽ മൂവ്മെൻറ്റ്സ് കാണുന്നത്. പെട്ടെന്ന് ഞെട്ടി എണീക്കുക ഉറക്കത്തിൽ നിന്ന്, പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ പിന്നെയും എഗെയിൻ ഹീസ് ഗോയിങ് ബാക്ക് ടു ദ സ്ലീപ്പ്, എഗെയിൻ പിന്നെയും ഞെട്ടി എണീക്കുക എന്ന് എപ്പോഴും പേരൻസ് പറയാറുണ്ട്. അതിനോടനുബന്ധിച്ച് വരുന്നൊരു കാര്യമാണ് നമ്മുടെ കുട്ടികളിൽ ഈ ഒരു സ്റ്റഡിയിൽ അത് തെളിഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും REM റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും. നമ്മുടെ കുട്ടികൾ പ്രോപ്പറായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ അവർ ലേൺ ചെയ്ത് വരുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു കൺസോളിഡേഷന് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് വേണം. ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ടോട്ടലി തകരാറിലാവുകയാണ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ദ ചൈൽഡ് ഹൂ ഈസ് ലിവിങ് വിത്ത് എ ബ്രെയിൻ ലൈക്ക് ദിസ്, എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, വൈ യു ആർ പുട്ടിങ് തിങ്സ് ടു ദ മൗത്ത്, വൈ യു ആർ ഫ്ലാപ്പിംഗ്, വൈ യു ആർ മേക്കിംഗ് നോയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഓരോ ആക്ഷൻസിനും നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം തോന്നാറുണ്ട്. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നതല്ല, പക്ഷേ കോമൺ ആയിട്ട് നമ്മളെല്ലാം ഒരുപാട് ടെൻഷനാക്കുന്ന, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരുപാട് പേരൻസ് വറീഡ് ആവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അവർക്ക് പോസിബിളായിട്ടുള്ള, അവർക്ക് ലഭിക്കുന്ന എന്തൊരു കാര്യത്തിൽ നിന്നും അവർ സ്വയം അവരെ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ആ സെൽഫ് റെഗുലേഷനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അവർ ഈ ഫ്ലാപ്പിംഗ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ വിരലുകളോണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴും, അല്ലെങ്കിൽ വെൻ ദേ ആർ മേക്കിംഗ് സം സൗണ്ട്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അവരെ തന്നെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. നമുക്ക് 2 നെർവസ് സിസ്റ്റം ഉണ്ട്. വൺ ഈസ് കോൾഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, വൺ ഈസ് കോൾഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മളെല്ലാം പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യം അല്ലേ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് റെഡി ആക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് വളരെ അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ആ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവേണ്ടത്. സപ്പോസ് നമ്മളൊരു ലയൺ ഉപദ്രവിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുക? നമ്മൾ പെട്ടെന്ന് ഓടണം, അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെയധികം സ്പീഡപ്പ് ആവണം, നമ്മുടെ ഡൈജഷൻ സ്ലോ ഡൗൺ ആകണം, നമ്മുടെ ടോയ്ലറ്റിങ് അല്ലെങ്കിൽ പോട്ടി പോലുള്ള കാര്യങ്ങൾ പോസ് ആവണം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ പോസ് ആവണം. കാരണം എന്താ വെച്ചാൽ ദർ ഇസ് എ ലയൺ ബിഹൈൻഡ് മീ, അതെന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. എനിക്കതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. ആ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം നമുക്ക് സംതിങ് വിച്ച് ഈസ് ഡേഞ്ചറസ് ടു അസ്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സമയത്ത് മാത്രം ഓൺ ആവേണ്ട ഒരു സിസ്റ്റമാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പക്ഷേ അത് നമ്മുടെ കുട്ടികളിൽ എപ്പോഴും ഓണായിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒട്ടും ഡേഞ്ചറസ് അല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ അല്ലാത്ത സമയത്തും നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഈസ് ഓൺ ഹൈ അലേർട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഓഫ് കോഴ്സ് അവിടെ നമ്മുടെ ഗട്ടിനെ അത് ബാധിക്കും, നമ്മുടെ ഡൈജഷനെ അത് ബാധിക്കും, നമ്മുടെ സ്ലീപ്പിനെ അത് ബാധിക്കും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും. ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടിസം എഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ എപ്പോഴും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൾവേസ് ഒരു ഹൈ അലേർട്ടിലായിരിക്കും. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും വെൻ ദേ ആർ ഇൻ കാം സ്റ്റേറ്റിലാണെങ്കിൽ പോലും എപ്പോഴും അതൊരു ഹൈ അലേർട്ടിലായിരിക്കും. പിന്നീട് പേരൻസ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചില സൗണ്ടുകൾ, ചിലപ്പോൾ ഒരു വിസിൽസിൻ്റെ ആയിക്കോട്ടെ, ആംബുലൻസിൻ്റെ ആകാം, ഒരു കിളികളുടെ ആകാം, ചില സൗണ്ടുകൾ നമ്മുടെ കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പെട്ടെന്നൊരു ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നതെന്നുള്ളത്. അവിടെ നടക്കുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഓട്ടിസം ബ്രെയിൻസ് ഓൾവേസ് നമ്മുടെ സൗണ്ട്സിനെ പ്രോസസ്സ് ചെയ്യാനും അത് റിസീവ് ചെയ്യാനും എപ്പോഴും ഒരു ഡിഫിക്കൽറ്റി കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി വെർബൽ സൗണ്ട്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം ഒരുപാട് സമയം എടുക്കുന്നുണ്ട്.
എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള ലോ ഫ്രീക്വൻസി സൗണ്ട്, എസ്പെഷ്യലി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൾ സൗണ്ട്, അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ലോക്കലൈസ് ചെയ്യാനോ അത് പ്രോസസ്സ് ചെയ്യാനോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും. സോ അങ്ങനെയുള്ള സൗണ്ടുകളോട് എപ്പോഴും ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിൻ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സ് ബ്രെയിൻ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഉണ്ടാകുന്ന മെയിൻ റീസൺ, എൻ്റെ എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിങ്സ് മൈറ്റ് ബി ഈസി. എപ്പോഴും നമ്മുടെ കുട്ടികൾ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ, സെൽഫ് സ്റ്റിമുലേറ്ററി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ, അത് എന്തും ആയിക്കോട്ടെ, അവിടെ ഒരു ന്യൂറോളജിക്കൽ ബേസ് ഉണ്ട്. സോ അവരെ തന്നെ സെൽഫ് റെഗുലേറ്റ് ആക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ കുട്ടികൾ ഒരു സെൽഫ് റെഗുലേഷൻ മോഡിലേക്ക് എത്താൻ അവർ സ്വയം ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കുട്ടികൾക്കെല്ലാം വേണ്ടത് ഒരു ഡീപ്പ് ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും സപ്പോർട്ടീവുമാണ്. നമ്മളെല്ലാം ചെയ്യാറുണ്ട് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളവർക്ക് വേണ്ടത് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ അവരുടെ ആ ഒരു സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ഹയർ സ്ട്രാറ്റജീസിൽ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ അവർ നോക്കുമ്പോൾ അതിനകത്ത് ആ റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടിരുന്ന ഫസ്റ്റ് ഒരു കാര്യം, എപ്പോഴും ഈ സെൽഫ് സ്റ്റിമുലേറ്ററി ആക്ഷൻസ് അല്ലെങ്കിൽ റിപ്പീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അതൊരു പ്രോപ്പറായിട്ടൊരു ഡോക്ടർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ കൂടുതൽ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ അത് കണ്ട് സങ്കടപ്പെട്ടിട്ടാണ് നമ്മുടെ കുട്ടികളെ മാനേജ് ചെയ്യാൻ നോക്കുന്നതെങ്കിലോ ആ ഒരു ഇമോഷണൽ ഫാക്ടർ എപ്പോഴും കുട്ടികളെ ബാധിക്കുകയാണ് ചെയ്യുക. അത് ആ കണ്ടീഷൻ കുറച്ചുകൂടെ വഷളാക്കുകയാണ് ചെയ്യുക. അവിടെ നമുക്കൊരു മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലോ മാത്രം, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആയിരിക്കില്ല. വി ഹാവ് ടു കീപ്പ് ഓൺ വർക്കിംഗ് ഓൺ ദം. അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് നമ്മൾ ഡെയിലി ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അവിടെ ഒരു റിലാക്സ് കിട്ടുള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ന്യൂറോ ഡൈവേഴ്സിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാകുന്ന മെയിൻ റീസൺ, നമ്മുടെ എല്ലാം പേരൻസ് വരുമ്പോൾ അവരുടെ ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ ഏത് രീതിയിലാണ് അവരുടെ മൈൻഡിനെ ബാധിക്കുക എന്നും അവരെത്രത്തോളം സ്ട്രെസ്സ് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് എന്നും. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കുട്ടികൾ ഇതൊന്നും റിയലൈസ് ചെയ്യില്ല, നമ്മുടെ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ പുറത്തൊരു ചിരി ഇട്ടുകൊണ്ടല്ലേ ഡോക്ടറെ നടക്കുന്നത്, എങ്ങനെയാണ് അവനും മനസ്സിലാവുക എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കത് നന്നായിട്ട് തന്നെ മനസ്സിലാവും. എപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റമുണ്ട്, ടാക്റ്റൈൽ സിസ്റ്റം അല്ലെങ്കിൽ ദ ടച്ച് അല്ലേ. സോ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടീനെ ഒന്ന് ഹഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവന് ഫുഡ് വാരി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കുമ്പോഴോ എല്ലാം നമ്മുടെ ടച്ചിലൂടെ പോലും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുട്ടികളിലേക്ക് എത്തുകയാണ് ചെയ്യുക. സോ നമ്മൾ എപ്പോഴും സ്ട്രെസ്സിലേക്ക് ഇരിക്കുകയാണെങ്കിലോ നമ്മുടെ കുട്ടികൾ ഓൾറെഡി ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. എപ്പോഴും അവിടെ നടക്കുക എന്താ, ഓൾവേസ് അവരുടെ ഉള്ളിൽ ഒരു അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺ റഷ് എപ്പോഴും ഹൈ ആയിരിക്കും. അത് ഒന്ന് കോപ്പപ്പ് ചെയ്തെടുക്കണമെങ്കിൽ, അതൊന്ന് കുറച്ചെടുക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളവിടെ ഒരു ഡീപ്പ് പ്രഷർ പോവുക, ഡീപ്പായിട്ട് ഹഗ് ചെയ്യാം, ഡീപ്പ് പ്രഷർ ചെയ്യാം. സോ അതെല്ലാം നമ്മുടെ ബോഡിയിൽ സിറോട്ടോണിൻ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോണിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും അവിടെ കുറച്ചുകൂടി അവരെ കാമാക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനുമാണ് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ നമ്മൾ ഇത്രയും സ്ട്രെസ് ഇട്ടിട്ട് ഞാൻ എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴോ അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ നമ്മുടെ ഇമോഷൻസ് അങ്ങനെ തന്നെ മനസ്സിലാകുന്നില്ലായിരിക്കും, പക്ഷേ സംതിങ് ഈസ് നോട്ട് റൈറ്റ് എറൗണ്ട് മീ എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്കെല്ലാം മനസ്സിലാവും. സോ നമ്മൾ ഈ സെൽഫ് സ്റ്റിമുലേറ്ററി ആൻഡ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും കണ്ട് ഒരിക്കലും വറീഡ് ആവേണ്ട കാര്യമല്ല. സോ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സെൻസറി ഡയറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് അവരെ കറക്റ്റായിട്ട് ഒരു ഇൻഡിപെൻഡൻസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. താങ്ക് യു.